ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം പഠിപ്പാനും ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്ന് വന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ തിരുപാദപീഠത്തിലായിരുന്ന് തിരുവചനം പഠിപ്പാനായിട്ട് ഞങ്ങൾക്ക് തരുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, വലിയവനായ ദൈവത്തെ, അത്ഭുതവാനായ ദൈവത്തെ കർത്താവെ കുറച്ചുകൂടെ ഒന്ന് അടുത്തറിയുന്നതിന് അങ്ങയുടെ വചനത്തിലൂടെ, അങ്ങയുടെ വചനത്തിൽ വിവരിച്ചിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവെ, അവിടുത്തെ വചനം ഐശ്വര്യമായി ഞങ്ങൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുന്നവരായിട്ട് കർത്താവ് ആയിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനായിട്ട് ഒരുക്കണം, ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് കഴുകിക്കളയണം. കർത്താവെ, അവയെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും കർത്താവെ, അങ്ങയുടെ രക്തത്താൽ കഴുകപ്പെട്ടവരായി തിരുസന്നിധിയിൽ അടുത്തു വരുവാനും ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം. മഴയുടെ കാലാവസ്ഥയുണ്ട്, എന്നാൽ ആർക്കും റേഞ്ച് ഒന്നും നഷ്ടപ്പെടാതെ കൃത്യമായി എല്ലാം കേൾക്കുവാൻ അനുഗ്രഹമായി ഇതിൽ പങ്കെടുപ്പാനായിട്ട് സഹായിക്കണം. അടിയനെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് കർത്താവിനെ ഉയർത്തുവാൻ മാത്രം കാരണമാക്കണം. കുറവുകളെ ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലെ ചിന്തിക്കുകയുണ്ടായി. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം എന്നീ വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് പൗലോസ് അപ്പോസ്തലന് തുടർന്ന് പറയുന്നതായിട്ടുള്ള 8ാമത്തെ വാക്യം മുതല്, 2 തീമോഥെയോസ് 1:8 വാക്യം മുതല് നാം ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അതുകൊണ്ട് therefore, അല്ലെങ്കിൽ so, do not be ashamed to testify about our Lord, or ashamed of me his prisoner, but join with me in suffering for the gospel by the power of God, who has saved us and called us to a holy life, not because of anything we have done, but because of his own purpose and grace. വളരെ നീണ്ട ഒരു സെന്റൻസ് ആണ്. 8ഉം 9ഉം വാക്യങ്ങൾ ഉൾപ്പെടെയാണ് ഇംഗ്ലീഷിലെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തടവുകാരനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്. നമുക്കറിയാം, തീമോഥെയോസിലെ ഒരു ഭീരുത്വത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ടിമിഡിറ്റി ഉണ്ടായിരുന്നു. ഒരു ടിമിഡ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് അങ്ങ് നാണം കുടുങ്ങുന്ന, സങ്കോചമായി തീരുന്ന ഒരവസ്ഥ തീമോഥെയോസിന് ഉണ്ടായിരുന്നു. അത് സ്വയമേ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നിരുന്നു തീമോഥെയോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നെന്ന് പറയുന്നത്. അതുകൊണ്ട് തീമോഥെയോസിനോട് പറയുകയാണ്, ഡു നോട്ട് ബി ടിമിഡ്, ഡു നോട്ട് ബി ഫിയർഫുൾ, ഡു നോട്ട് ബി അഫ്രൈഡ്. നീ ഭയപ്പെടണ്ട, കാരണം ഗോഡ് ഹാസ് ഗിവൺ us എ സ്പിരിറ്റ് ഓഫ് പവർ. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ശക്തിയുടെ ആത്മാവിനെയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ്. പിന്നീട് പറയുന്നു, ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് എ സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ. സ്നേഹത്തിന്റെ ആത്മാവാണ്. മാത്രവുമല്ല, അത് സൗണ്ട് മൈൻഡ്, ശാന്തതയുള്ള ഒരു മനസ്സ് നമുക്ക് തരുന്നതായിട്ടുള്ള സ്വയം നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നീ ലജ്ജിക്കരുത്. ഡു നോട്ട് ബി അഷെയിംഡ് അബൌട്ട് ദ ഗോസ്പൽ.
and gospel of our Lord Jesus Christ and his prisoner. ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കരുത്. പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ശക്തിയുടെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക സ്വഭാവ വിശേഷമാണ് ധൈര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ദൈവവചനം പ്രസ്താവിക്കുവാൻ ധൈര്യം നൽകുന്നത്. ആദിമസഭ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയില് 4-ാം അധ്യായം നോക്കിയാല് 4-ാം അധ്യായത്തില് 13-ാമത്തെ വാക്യം, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. പത്രോസിനെ സംബന്ധിച്ച് നാം ഇതിനു മുമ്പും ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരു ബാല്യക്കാരത്തിയുടെ അടുക്കൽ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇവിടെ സന്നദ്ധിയും സഭയുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രികളും എല്ലാം ഒരുമിച്ച് കൂടി അവരെ ശാസിക്കുമ്പോൾ, ഇനി ഈ നാമത്തില് ഉപദേശിക്കരുതെന്ന് പറയുമ്പോൾ അവര് പറയുന്നു, 19-ാമത്തെ വാക്യം, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ, ഞങ്ങൾക്കോ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ഈ ധൈര്യം കണ്ടിട്ട്, അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവന് കൊടുക്കുന്ന, നമുക്കറിയാം 2-ാം അധ്യായത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു. പത്രോസിനെ ഒരു ബാല്യക്കാരത്തിയുടെ അടുക്കൽ യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ് വളരെ ധൈര്യത്തോടെ പറയുകയാണ് 12-ാമത്തെ വാക്യത്തില്, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് വളരെ ധൈര്യത്തോട് ഈ മൂപ്പന്മാരോടും ശാസ്ത്രിമാരോടും മഹാപുരോഹിതന്മാരോടും ധൈര്യപൂർവ്വം നിന്നുകൊണ്ട് പത്രോസ് പറയുമ്പോൾ, അത് കണ്ടിട്ട് മഹാപുരോഹിത സംഘമൊക്കെയും മൂപ്പന്മാരും ശാസ്ത്രിമാരും പ്രമാണികളും എല്ലാം അതിശയിച്ചു പോയി, ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ആശ്ചര്യപ്പെട്ടത്? അവരുടെ ധൈര്യം കാണിക്കാൻ. ധൈര്യം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം, അവർ വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യരല്ല, സാധാരണക്കാരായ മീൻപിടുത്തക്കാരാണ്. അവരുടെ ധൈര്യം കാണിക്കാലും മഹാപുരോഹിത സംഘവും മൂപ്പന്മാരും പ്രമാണികളും എല്ലാം ആശ്ചര്യപ്പെട്ടു എന്ന് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് 30-ാമത്തെ വാക്യത്തില് നാം കാണുന്നുണ്ട്. ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ആദിമസഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. 4:30 അപ്പോസ്തല പ്രവൃത്തി 4:30, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണേ. പൂർണ്ണ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ we should proclaim it with boldness. ധൈര്യത്തോട് പ്രസ്താവിക്കും. തീമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, God has given us a spirit of power, spirit of boldness, spirit of love, spirit of self-control. ദൈവം നമുക്ക് തന്നത് ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ്, സ്വയനിയന്ത്രണത്തിന്റെ, ശാന്തതയുള്ള ധൈര്യത്തിന്റെ ഒരു മനസ്സിനെയാണ് ദൈവം നമുക്ക് തന്നത്. അത് തന്നെ ആദിമസഭ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ ധൈര്യത്തോടുകൂടെ നിന്റെ വചനം പ്രസ്താവിപ്പാൻ കൃപ നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4:31, ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ. ഇപ്പൊ പരിശുദ്ധാത്മ നിറവിന്റെ അടയാളം എന്താ? ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നതിന്, ധൈര്യത്തോടെ, ആളുകളുടെ മുഖം നോക്കാതെ, ആരെന്നോ ഉന്നതരെന്നോ ചെറിയവരെന്നോ വലിയവരെന്നോ രാജാക്കന്മാരെന്നോ ഉന്നത അധികാരികളെന്നോ ഉള്ള പേടിയൊന്നും ഇല്ലാതെ ദൈവവചനം ധൈര്യത്തോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സോ ഗോഡ് ഹാസ് ഗിവൺ us a spirit of power and boldness. പത്രോസിന് ലഭിച്ച അതേ ധൈര്യം, പൗലോസിന് ലഭിച്ച അതേ ധൈര്യം തീമോഥെയോസിന് ഉണ്ടാകുവാനായിട്ട് പൗലോസ് ഉദ്ബോധിപ്പിക്കുകയാണ്. പിന്നെ പറയുന്നു സ്പിരിറ്റ് ഓഫ് ലവ്, ഒരു സ്നേഹത്തിന്റെ ആത്മാവാണ്. ധൈര്യം വരുമ്പം
അതൊരു ധാർഷ്ട്യത്തിന്റെ ആത്മാവല്ല, ധിക്കാരത്തിന്റെ ആത്മാവല്ല, സ്നേഹത്തോടുകൂടെയാണ് ധൈര്യത്തില് ദൈവവചനം പ്രസ്താവിക്കുന്നത്. നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ, അല്ലെ? റോമർ 5:5 ഒന്നെടുത്ത് നോക്കിയാൽ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവ്, God's love has been poured into our hearts by the Holy Spirit. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹം ഹൃദയത്തിൽ വരുമ്പോഴാണ് ധൈര്യപൂർവ്വം പ്രസ്താവിക്കണമെങ്കിൽ മറ്റൊരു കാര്യം, ഗോഡ്സ് ലവ് മോട്ടിവേറ്റ്സ് അസ് ടു സെർവ് അതേഴ്സ്. മറ്റുള്ളവരെ സേവിക്കുവാൻ നമ്മെ ഒരുക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മറ്റുള്ളവരെ സേവിക്കുവാൻ ആ സ്നേഹത്തിലാണ് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ ആത്മാവ് യേശുവിനെ സാക്ഷിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. ടു സെർവ് ഗോഡ് ആൻഡ് അതേഴ്സ്. മറ്റുള്ളവരെയും ദൈവത്തെയും സ്നേഹിക്കുമ്പോൾ ഒരു വ്യക്തി നരകത്തിലേക്ക് പോവുകയാണെന്ന്, ആ വ്യക്തി കർത്താവിനെ കൂടാതെയുള്ള നിത്യനാശത്തിലേക്ക് പോകുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവ സ്നേഹത്താൽ പ്രേരിതരായി, അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നു, ലവ് ഓഫ് ഗോഡ് കൺസ്ട്രെയിനത്ത് മീ. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പോ ഒന്നാമത് ഭീരുത്വം മാറണമെങ്കിൽ, ഭയം മാറണമെങ്കിൽ, ദൈവവചനം പ്രസ്താവിക്കുന്നതിന്, പറയുന്നതിന് ധൈര്യം ലഭിക്കണമെങ്കിൽ, ഏതവസരം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം. സ്പിരിറ്റ് ഓഫ് പവർ, പിന്നെ സ്പിരിറ്റ് ഓഫ് ലവ്. ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്നെങ്കിൽ അവനോട് യേശുക്രിസ്തുവിനെ പങ്കിടും. ആ പങ്കിടൽ, അയ്യോ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മാത്രവുമല്ല, സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വി വിൽ ഹാവ് എ സൗണ്ട് മൈൻഡ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനവും ശാന്തതയും ജീവിതത്തിലുണ്ടാകും. ഒരു സിറ്റുവേഷൻ വന്നാൽ പാനിക് ആകത്തില്ല, പരിഭ്രാന്തി ആകത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ ഒരു ദൈവ പൈതലിനെ ഒരുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പെട്ടെന്ന് പാനിക് ആകാതെ, പരിഭ്രാന്തിപ്പെടാതെ. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, ആരെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ വലിയ നിശ്ചയത്തോടുകൂടെ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇവിടെ മലയാളം വേദോത്സവത്തിലെ സുബോധത്തിന്റെ ആത്മാവെന്നാവും. ബോധം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പരിഭ്രാന്തി ഉളവാകുന്ന ഒരു അവസ്ഥയല്ല, സുബോധത്തിന്റെ ആത്മാവ്. സൗണ്ട് മൈൻഡ് എന്നാണ് ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൗണ്ട് മൈൻഡ്, ശാന്തതയുള്ള സമാധാനമുള്ള ഒരു മനസ്സ് ദൈവം നമുക്ക് തരും. ഭീരുത്വം മാറാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇറ്റ് ഈസ് സ്പിരിറ്റ് ഓഫ് പവർ, ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് സൗണ്ട് മൈൻഡ് ഓർ സെൽഫ് കൺട്രോൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവശക്തി നമ്മിലേക്ക് പകരും, ധൈര്യം നമ്മിലേക്ക് പകരും, ബോൾഡ്നെസ് തരും. രണ്ട്, ദൈവത്തിന്റെ സ്നേഹത്താൽ പ്രേരിതരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാനായിട്ട് കഴിയും. മൂന്ന്, ദൈവം പരിഭ്രാന്തി ഇല്ലാത്തൊരു മനസ്സ്. ഏത് പ്രതിസന്ധി, കാറ്റും കോളും തിരമാലയും ഒക്കെ വരുമ്പോഴും അതിന്റെ മധ്യേ പരിഭ്രാന്തരാകാതെ, എതിരുകൾ ഉയരുമ്പോൾ, ശത്രുത്വം വർദ്ധിക്കുമ്പോൾ, പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സമാധാനമുള്ള മനസ്സ്, പരിഭ്രാന്തി ഇല്ലാത്ത ഒരു മനസ്സ് നമുക്ക് തരും എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യം 8-ാമത്തെ വാക്യത്തിലെ ചില വാക്കുകൾ തന്നെ നാം എടുത്ത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇവിടെ പറയുന്നത് ക്രിസ്തു യേശുവിന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. പോൾ കൺസിഡർ ഹിംസെൽഫ് ആസ് എ പ്രിസണർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ പറയുന്നത് ഡു നോട്ട് ബി അഷെയിംഡ് ടു ടെസ്റ്റിഫൈ അബൌട്ട് അവർ ലോർഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ നീ ഒരിക്കലും ലജ്ജിക്കരുത്. പിന്നെ പറയുന്നു
ഓർ അഷെയിംഡ് ഓഫ് മീ ഹിസ് പ്രിസണർ. അവന്റെ തടവുകാരനായ പൗലോസിനെ ഇപ്പൊ ആരാ തടവിലാക്കിയിരിക്കുന്നത്? റോമൻ ഗവൺമെന്റ്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ റോമ കൈസറും അദ്ദേഹത്തിന്റെ സംവിധാനവും ഗവൺമെന്റുമാണ് പൗലോസിനെ തടവിലാക്കിയിരിക്കുന്നത്. ഇനി താമസിയാതെ ശിരച്ഛേദം ചെയ്യപ്പെടും. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുയേശുവിന്റെ ബദ്ധന, ഞാൻ കൈസറുടെ തടവുകാരനല്ല, റോമ ഗവൺമെന്റിന്റെ തടവുകാരനല്ല. ഐ എം എ പ്രിസണർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഞാൻ ഈ ചങ്ങല ധരിച്ചിരിക്കും. ഇപ്പോ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള ഒരേ ഒരു തെറ്റ് മാത്രമേ താൻ ചെയ്തുള്ളൂ. താൻ ആരുടെയും പണം മോഷ്ടിച്ചില്ല, ആരെയും കൊള്ളയടിച്ചില്ല, ഭവനഭേദനം നടത്തിയില്ല, മറ്റു യാതൊരു ആരെയും ദോഷം പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. മനുഷ്യരെ ദൈവത്തിന്റെ സ്നേഹത്താൽ പ്രേരിതനായി സുവിശേഷം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ സുവിശേഷം പറഞ്ഞത് കൊണ്ട് പൗലോസ് ഇന്ന് തടവിലായിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷ നിമിത്തം ബദ്ധനായിരിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിന്റെ തടവുകാരനാണ്, ഞാൻ റോമ കൈസറുടെ തടവുകാരനല്ല. സുവിശേഷം ഇനി ഞാൻ പറയുന്നില്ലെങ്കിൽ എനിക്ക് ഈ തടവിൽ നിന്ന് എന്നെ വിട്ടയക്കും. പക്ഷേ ഐ എം എ പ്രിസണർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമാലേഖനം 1-ാം അധ്യായത്തില് നാം വായിക്കുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നല്ലോ. 1:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ നമുക്കറിയാം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. കാരണം ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ടു സാൽവേഷൻ. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. പൗലോസ് സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ റോമർ 1:16 നാം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു എന്ന് വായിക്കുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 1:18 പൗലോസ് പറയുന്നു, നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. അപ്പോ പൗലോസ് എപ്പോഴും സുവിശേഷത്തെ ദൈവശക്തിയായിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ് ആൻഡ് ടു സാൽവേഷൻ. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു ദോസ് ഹു ആർ ടു പെറിഷ്. നശിച്ചു പോകുന്നവർക്ക് അത് വിഡ്ഢിത്തമാണ്, മടയത്തരമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവന് അത് ദൈവശക്തിയാണ്. എപ്പോഴാ ഇത് ദൈവശക്തി ആകുന്നത്? സുവിശേഷം എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവശക്തി ആകുന്നത്? അവൻ അത് വിശ്വാസത്തോടെ കർത്താവിന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ എ പവർ ഓഫ് ഗോഡ് വിൽ ബി റിലീസ്ഡ് ഇൻ ഹിം. ദൈവത്തിന്റെ അത്യന്ത ശക്തി അവന്റെ ഉള്ളിൽ വ്യാപരിക്കപ്പെടും. പൗലോസ് എപ്പോഴും നാം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് എപ്പോഴും ദൈവശക്തി അവനിൽ വ്യാപരിക്കും. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയും തമ്മിലുള്ള വലിയ വ്യത്യാസം. രക്ഷിക്കപ്പെടാത്തവർക്ക് ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ പറയാനായിട്ട് കഴിയും, പക്ഷെ ദൈവത്തിന്റെ ശക്തി അവരിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി അവരിൽ വ്യാപരിക്കും. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 4:7, ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഓൾ സർപാസിംഗ് പവർ ഈസ് ഗിവൺ ടു അസ് ഇൻ ദിസ് earthen vessel. ഈ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഈ അത്യന്ത ശക്തി, 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഓൾ സർപാസിംഗ് പവർ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് വെൻ വി ബിലീവ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഈ അത്യന്ത ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചു. അതുകൊണ്ട് എന്തോ സംഭവിക്കുന്നത്? 4:8 മുതൽ പിന്നീടുള്ള വാക്യങ്ങൾ പറയുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഈ മൺപാത്രങ്ങളിൽ, ഈ മൺ കൊണ്ടുണ്ടാക്കിയ ഈ ശരീരങ്ങളിൽ ആണ് ഈ നിക്ഷേപം അത്യന്ത ശക്തി ഉള്ളത്. പിന്നെ പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ.
എങ്കിലും ഞങ്ങൾ വി ആർ ഹാർഡ് പ്രസ്ഡ് ഫ്രം ഓൾ സൈഡ്സ് എന്ന ഇംഗ്ലീഷിൽ പറയും. എല്ലാ വശത്തു നിന്നും ഞങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ, ഞെരുക്കം അനുഭവിക്കുന്നവരാ. പക്ഷേ വി ആർ നോട്ട് ക്രഷ്ഡ്. എല്ലാ വശത്തു നിന്നും ഒരുപോലെ ഇടി കിട്ടിയാൽ എന്തോ സംഭവിക്കും? ഇടി കിട്ടുന്ന ആള് പൊടിഞ്ഞു പോകും. പൗലോസ് പറയാ എല്ലാ വശത്തു നിന്നും ഇടി കിട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പൊടിഞ്ഞു പോകുന്നില്ല. കാരണം എന്നാ? ഈ മൺപാത്രമാ, പെട്ടെന്ന് പൊടിയാവുന്ന മൺപാത്രമാ. പൊടിഞ്ഞു പോകാത്തതിന്റെ കാരണം ഇതിൻ്റെ അകത്ത് വലിയൊരു അത്യന്ത ശക്തി, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, ഏത് സമ്മർദ്ദത്തെയും ഏത് പ്രതിസന്ധിയെയും ഏത് അധികാര സ്ഥാനങ്ങളെയും എതിർത്ത് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ക്രിസ്തീയ ജീവിതത്തില് സുവിശേഷം അറിയിക്കുമ്പോൾ നിരാശയ്ക്ക് വളരെ സാധ്യതകളുണ്ട്. പക്ഷേ ഈ അത്യന്ത ശക്തി വ്യാപരിച്ചാൽ നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരാണ്, പക്ഷെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണുപോയി, പലപ്പോഴും അടി കൊണ്ട് വീണുപോയി, എന്നാൽ നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതാ. ഈ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളിൽ വ്യാപരിക്കുമ്പോൾ വീണ് കിടക്കുന്നവരാ, എല്ലാ വശത്തു നിന്നും ഇടി കിട്ടുന്നവരാ, ഉപദ്രവിക്കപ്പെടുന്നവരാ, പക്ഷെ നശിച്ചു പോകുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യയ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. God has given us a spirit of power, spirit of sound mind and spirit of love. ദൈവം തന്നത് ദൈവശക്തിയുടെ, സുബോധത്തിന്റെ, ശാന്തതയുള്ള മനസ്സിന്റെ, ദൈവസ്നേഹത്തിന്റെ ആത്മാവിനെയാണ്. ആ ശക്തി ഈ ശരീരങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എന്തോ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? എഫേസ്യ ലേഖനം 3:20. അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളും നേരിടുവാനായിട്ട് കഴിയും. ഉപദ്രവങ്ങളെ നേരിടുവാൻ, നിരാശയെ നേരിടുവാൻ ഈ ശക്തി നമ്മെ സജ്ജരാക്കും, നമ്മെ ഒരുക്കും. എന്നാൽ എഫേസ്യർ 3:20 പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ നമ്മിൽ ഈ അത്യന്ത ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമേ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന് നമ്മിലൂടെ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ദി ഓൾ സർപാസിംഗ് പവർ. ഇത് സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും, ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടും. ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകരും. സുവിശേഷം ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്നത് നമുക്ക് ദൈവശക്തിയാണ്. പൗലോസ് പറയുന്നു, ഈ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, ഇത് രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാണ്. സോ ഗോഡ് ഹാസ് ഗിവൺ us the spirit of power. ഈ വലിയ ശക്തിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പിന്നീട് പൗലോസ് പറയുന്നത്, God has saved us and called us to a holy life. ഇവിടെ പറയുന്നത്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്യും. അല്പം വ്യത്യാസം മലയാള വേദപുസ്തകത്തിലുണ്ട്. വിളി വിശുദ്ധമാണെന്നല്ല, വിശുദ്ധ ജീവിതത്തിനായി വിളിക്കപ്പെട്ടു എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞു. കോൾഡ് us to a holy life. കോൾ ഈസ് എ ഹോളി കോൾ. വിളി വിശുദ്ധ വിളിയാണ്. പക്ഷെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് വിളിച്ചത്. രക്ഷിച്ചത് എന്തിനു വേണ്ടിയാ? വിശുദ്ധ ജീവിതത്തിനായിട്ട്. God has saved us. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ ജീവിതത്തിനായി വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്യും. അങ്ങനെ വേണം ആ ഭാഗം വായിക്കാൻ. വിളിച്ചത്, വിളി വിശുദ്ധമാണെന്ന് മാത്രമല്ല, വിളിച്ചത് ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാല്, 1 തെസ്സലോനിക്കർ 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന്. അപ്പൊ ദൈവം വിളിച്ചത് അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന്.
ഇപ്പൊ വിശുദ്ധ വിളി കൊണ്ടാ വിളിച്ചത്. പക്ഷെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന്. പത്രോസിന്റെ ലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധ വിളി കൊണ്ട് വിശുദ്ധിക്കായിട്ട് വിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതല്, ഈ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു ദൈവ പൈതല്, ഹി കനോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. അവന് പാപത്തിൽ തുടരുവാനായിട്ട് കഴിയില്ല. കാരണം അവന്റെ ഉള്ളിൽ ഈ വലിയ വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. മാത്രമല്ല, നാം രക്ഷിക്കപ്പെട്ട ശേഷം, ദൈവശക്തി അനുഭവിച്ച ശേഷം പാപത്തിൽ വീണ്ടും ജീവിക്കുമ്പോൾ അതിന് കോൺസിക്വൻസസ് ഉണ്ട്, അതിന് അനന്തര ഫലങ്ങളുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാല്, 1 യോഹന്നാൻ 3:12. 1 യോഹന്നാൻ 3:12. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. 1 യോഹന്നാൻ 3 ഒടുവിലത്തെ ഭാഗം 22-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3:22. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അതിന്റെ മറുപുറം എന്താ? ആ വാക്യത്തിന്റെ മറുപുറം, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. അതിന്റെ കോൺവേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മറുപുറം എന്താ? അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കാതെ അവന് പ്രസാദമില്ലാത്തത് ചെയ്യുന്നത് കൊണ്ട് നാം എന്ത് യാചിച്ചാലും ഒന്നും ലഭിക്കുകയില്ല. ഈ കണക്ക് പഠിപ്പിക്കുമ്പോഴേ ഒരു തിയറം പറഞ്ഞിട്ട് കോൺവേഴ്സ് ഈസ് ഓൾസോ ട്രൂ എന്ന് പറഞ്ഞു. അതിന്റെ വിപരീതവും ശരിയാണ്. അപ്പം അവന് പ്രസാദം ഉള്ളത് ചെയ്യുന്നത് കൊണ്ടാണ് അവങ്കിൽ നിന്ന് യാചിക്കുന്നത് ലഭിക്കുന്നത്. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നില്ലെങ്കിൽ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ലെങ്കിൽ, അവന് പ്രസാദമുള്ളത് ചെയ്യുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് നാം യാചിക്കുന്ന പലതും കിട്ടാതെ പോകും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിന്റെ കാരണം എന്താ? ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവം തന്റെ കൃപയിലും കരുണയിലും ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായി നമുക്ക് ലഭിക്കേണ്ട ഒത്തിരി അനുഗ്രഹങ്ങള് കർത്താവിന് പ്രസാദകരമായി ജീവിക്കാത്തത് കൊണ്ട്, ദൈവകൽപ്പനകളെ പ്രമാണിക്കാത്തത് കൊണ്ട് നമുക്ക് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇവിടെ കേട്ടത് എന്താണ്? ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, ശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആ ശുദ്ധീകരണമില്ലാതെ, വിശുദ്ധിയില്ലാതെ ജീവിക്കുമ്പോൾ പറ്റുന്നൊരു കുഴപ്പം, ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുകയില്ല. ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുകയില്ല. അസൂയ, പക, പിണക്കം, കോപം, ക്രോധം, ദേഷ്യം, ദൂഷണം, ദുർഭാഷണം, ജാരശങ്ക, വ്യഭിചാരം, ഒത്തിരിയും ദുഷ്ചിന്തകള് ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട്, ദൈവത്തിന് പ്രസാദമില്ലാത്ത ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കാതെ പോകും. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കാതെ പോകുന്നത് കൊണ്ട് നാം യാചിക്കുന്നത് ലഭിക്കാതെ പോകുന്നു. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യണമെന്ന് ദൈവത്തിന് വളരെ ആഗ്രഹം. പക്ഷേ അത് ദൈവം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയാൽ മാത്രമാണ്. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് യാചിക്കുന്നത് നമുക്ക് ലഭിക്കാതെ പോകും. ഒരു വിശുദ്ധ ജീവിതം എപ്പോഴും വിശുദ്ധിക്കായിട്ടാണ് നമ്മെ വിളിച്ചത്, വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് വിളിച്ചത്. ആ വിശുദ്ധി ഇല്ലാതെ നാം ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം യാചിക്കുന്നത് ലഭിക്കാതെയും
യഥാർത്ഥ ആത്മീക സന്തോഷം അനുഭവിക്കാതെയും ദൈവത്തിൽ നിന്നുള്ള ധാരാളം ആത്മീകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെയും പോകും. ഭൗതിക നന്മകൾക്ക് മുടക്കം വരുന്നതിന്റെ കാരണം അത്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നു ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. 1 പത്രോസ് 1:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം ദൈവം നമ്മെ വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചത്. 1 തെസ്സലോനിക്കർ 4:7 നാം ചിന്തിച്ചു. For God did not call us to be impure, but to live a holy life. അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രേ ദൈവം വിളിച്ചത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിപ്പാൻ, ദൈവമേ ഒരു വിശുദ്ധിയോടെ ജീവിപ്പാൻ, നിന്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. പിന്നീട് ഇവിടെ പറയുന്നത് 2 തീമോഥെയോസ് 1-ാം അധ്യായം അവിടെ പറയുന്നത് അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. നോട്ട് ബിക്കോസ് വി ഹാവ് ഡൺ എനിത്തിങ്. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തത് കൊണ്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഓൺ പർപ്പസ് ആൻഡ് ഗ്രേസ്. ദൈവത്തിന്റെ വലിയ ഉദ്ദേശത്തിന് വേണ്ടിയും ദൈവത്തിന്റെ കൃപയാലുമാണ് ദൈവം നമ്മെ വിളിച്ചത്. എന്നിട്ട് ഈ കൃപയെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. ദിസ് ഗ്രേസ് വാസ് ഗിവൺ ഇൻ ക്രൈസ്റ്റ് ജീസസ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം. മലയാളത്തിൽ പറയുന്ന സകലകാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവകൃപ. ബിഫോർ ദ ടൈം ബിഗാൻ, ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാലം ഉണ്ടാകുന്നതിന് മുമ്പേ, സമയത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ, സകലകാലത്തിന് മുമ്പേ, യുഗായുഗങ്ങൾക്ക് മുമ്പേ, ഇറ്റേണിറ്റി പാസ്റ്റ്, നിത്യതയിൽ ദൈവം ക്രിസ്തുയേശുവിൽ ഈ കൃപ നമുക്ക് നൽകിയത് കൊണ്ടാണ് ഈ വിശുദ്ധ വിളിക്കായിട്ട്, ഈ വിശുദ്ധ ജീവിതത്തിനായിട്ട് തന്റെ കൃപയാൽ ദൈവം നമ്മെ വിളിച്ചു. അപ്പോ കാലത്തെ കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിലെ കാലവും നമ്മളിപ്പം ജീവിക്കുന്ന കാലവും തമ്മിൽ ഒത്തിരി വ്യത്യാസം. നമ്മളിപ്പം ജീവിക്കുന്ന കാലം സെക്കൻഡിലും മിനിറ്റിലും മണിക്കൂറിലും ദിവസം, മാസം, വർഷം ഇങ്ങനെയൊക്കെയാണ് എണ്ണുന്നത്. കലണ്ടർ മറിക്കുമ്പോൾ അല്ലെ വാച്ചിന്റെ സൂചി നീങ്ങുമ്പോൾ മാറിപ്പോകുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിന്റെ കാലം അതല്ല. ടൈമിനെ കുറിച്ച് പറയുന്നത്, ടൈം ഈസ് സംതിങ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ടു ഗിവ് ഓർഡർ ആൻഡ് അറേഞ്ച്മെന്റ് ടു അവർ പ്രസന്റ് വേൾഡ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിന് ഒരു ക്രമവും ഒരു ക്രമീകരണവും ഉണ്ടാക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാൻ ദൈവം സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുന്നു. സോ ടൈം ഈസ് എ ക്രിയേഷൻ ഓഫ് ഗോഡ്. ദൈവം സൃഷ്ടിച്ചത് സമയം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഈ സമയത്തിന് പുറത്താണ്, കാലത്തിന് അതീതനാണ്, കാലാതീതനാണ്. ഗോഡ് ഈസ് ബിയോണ്ട് ടൈം. നമ്മൾ സമയത്തിലായി ഇന്ന് ജീവിക്കുന്നു. മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു കാര്യം അതാ. മനുഷ്യന്റെ ബുദ്ധിയിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത, വി ആർ ലിമിറ്റഡ് ബൈ ടൈം, സ്പേസ് ആൻഡ് പവർ. നമുക്ക് സമയത്തിന് പരിമിതികളുണ്ട്. ഇന്ന സമയത്തിനകം ഇന്നത് ചെയ്യണം. നാളെ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യസമയത്തിനുള്ളിൽ നമുക്ക് ഇന്ന് കിട്ടേണ്ട ഒരു സാധനം നാളെ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഈ സമയത്തിലാണ് ജീവിക്കുന്നത്. തന്നെയുമല്ല, നമുക്ക് സ്പേസ്, ഇടമുള്ള ഒരു ലിമിറ്റഡ് സ്പേസിലാണ് നാം ജീവിക്കുന്നത്. സയൻസ് തന്നെ പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് സ്പേസ് എന്ന്. ഇടം കൊണ്ടാണ്, സ്പേസ് കൊണ്ടാണ് ദ്രവ്യത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ശക്തിക്കും പരിമിതികളുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവം ഇതിനെല്ലാം അപ്പുറമാണ്. ദൈവത്തിന് സമയത്തിന്റെയോ കാലത്തിന്റെയോ ശക്തിയുടെയോ യാതൊരു പരിമിതിയും ഇല്ലാത്തവനായിട്ടുള്ള ദൈവം, പരിമിതികളുള്ള മനുഷ്യൻ, ഈ പരിമിതികളുള്ള ലോകത്തേക്ക് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഭൂമിയിലേക്ക് വന്നു. അപ്പോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് എം.ഇ. ചെറിയാൻ സാർ എഴുതിയ 2 പാട്ടുകൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോഴെന്നുള്ള ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്. ഒടുവിലത്തെ വരികൾ, സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ്വ ദൈവമക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വാണിടും.
സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും ഉല്ലാസഘോഷമാ സിയോനിൽ വാണിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. ഇനിയുള്ള വരിയാ ശ്രദ്ധിക്കേണ്ടത്. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മാറേയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മാറേയും തീരും കാലവും. എം ഇ ചെറിയൻ സാറ് വലിയ സയന്റിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പാടി, നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും. അപ്പൊ കാലം തീരുവന്നു. നിത്യതയ്ക്കുള്ളിൽ മറയും, തീരും കാലവും. ഇത് തന്നെയാണ് പ്രതിഫലം തന്നിടുവാൻ എന്നുള്ള ആ പാട്ടിന്റെ അവസാന വരികള്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതിയുഗം പിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ആ നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ കൺസെപ്റ്റ്, എന്താണ് നിത്യത എന്നുള്ളത് എം ഇ ചെറിയാൻ സാറിന്റെ മനസ്സിൽ അങ്ങോട്ട് രൂഢമൂലമായി. അതുകൊണ്ടാണ് പറഞ്ഞ കാലം കഴിയും. ദ ടൈം വിൽ ബി റിമൂവ്ഡ്, ടൈം വിൽ ഗോ എവേ. സമയം തീരും. സമയത്തെ ദൈവം സൃഷ്ടിച്ചതാണ്. ഈ ലോകത്തിൽ ഒരു ക്രമീകരണവും ക്രമവും ഉണ്ടാക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒന്നാണ് കാലം, സമയം എന്ന് പറയുന്നത്. ആ സമയം തീരും, കാലം തീരും, കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം അഴിയും, കാണുന്നതെല്ലാം നീക്കപ്പെടും, പിന്നെ പുതിയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അത് തന്നെയാണ് മറ്റേ പാട്ടിലും പറയുന്നത്, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പ്രിയമുള്ളവരെ, അത്ര വലിയൊരു തിരിച്ചറിവാണ് സംഭവിക്കുന്നത്. കെ വി സൈമൺ സാറ് എഴുതിയ വേദവിഹാരം എന്ന മഹാകാവ്യം, ഉൽപ്പത്തി പുസ്തകത്തെ അടിസ്ഥാനമാക്കി എഴുതിയ വേദവിഹാരം എന്ന മഹാകാവ്യം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അതിന്റെ ആദ്യത്തെ വരികൾ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ഇപ്രകാരമാണ്: ഏതോ ഒരു കാലത്തെ ആണോ ആദിയായി നിർണയിപ്പത്, അതിനും അപ്പുറം അറുതിയില്ലാത്ത കാലം എന്നാണ് പറഞ്ഞാണ് ആ വേദവിഹാരം ആരംഭിക്കുന്നത്. കാലത്തെ നിർണയിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ആദി ഏതായിരുന്നു എന്ന് സൈമൺ സാറ് ആ കാവ്യത്തിൽ നിർവചിച്ചിരിക്കുകയാണ്. എം ഇ ചെറിയാൻ സാറ് ദൈവമക്കൾക്ക് ആ വലിയൊരു തിരിച്ചറിവ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കോ ഒന്നും ഫിസിസിസ്റ്റിനോ ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിക്കാത്ത അറിവ്, കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം അഴിയും, നിത്യതയ്ക്കുള്ളിൽ മറയും, തീരും കാലവും എന്നുള്ള ആ വലിയ സന്ദേശം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഈ ദൈവത്തിന്റെ കൃപ എപ്പോഴാ വെളിപ്പെട്ടത്? സകലകാലത്തിനു മുമ്പ്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിന്റെ കാലനിർണയം വ്യത്യാസം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്നാ വായിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യമാണ്. കാലസമ്പൂർണത വന്നപ്പോൾ, ഇംഗ്ലീഷിൽ പറയുന്നത് when the time had fully come, God sent his son. സമയം പൂർണ്ണമായി ദൈവത്തിന്റെ കാലനിർണയത്തിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം ഒന്നായി ചേർക്കുക എന്നിങ്ങനെയുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം വായിച്ചാൽ കാലസമ്പൂർണതയിലെ ദൈവത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിനൊത്തവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. ദാറ്റ് ഈസ് ദ ഇറ്റേണിറ്റി ഫ്യൂച്ചർ.
ഇറ്റേണിറ്റി പാസ്റ്റ്, നിത്യതയുടെ കഴിഞ്ഞ കാലത്തിൽ, കാലം തുടങ്ങുന്നതിന് മുമ്പേ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ മുൻനിർണയിച്ചു. തന്റെ കൃപ തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തി. അത് ഇറ്റേണിറ്റി പാസ്റ്റ്, കഴിഞ്ഞ നിത്യതയെക്കുറിച്ച്. എന്നാൽ ഇനി വരാനിരിക്കുന്ന നിത്യതയെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, ഇറ്റേണിറ്റി ഫ്യൂച്ചർ. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആ വലിയ ഉൾക്കാഴ്ച പ്രിയമുള്ളവർക്ക് ആർക്കാണ് ലഭിക്കുന്നത്? ദൈവത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവർക്ക് മാത്രം. ഈ കലണ്ടറിന്റെ ഒന്നും ആവശ്യമില്ല, വാച്ചിന്റെ ആവശ്യമില്ല. സൂര്യനും ചന്ദ്രനും നീങ്ങിപ്പോകും. കർത്താവായ യേശു ക്രിസ്തു തന്നെ നീതി സൂര്യനായി, കുഞ്ഞാടതിന്റെ വിളക്കായി വെളിപ്പെടും. അവിടെ ഇരുട്ടൊട്ടുമില്ല. ആ വ്യവസ്ഥ ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ഒന്നായി തീർക്കുന്ന ആ വ്യവസ്ഥ, ആ വ്യവസ്ഥയെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ഇവിടെ പറയുന്നത് സകലകാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും ജീവനും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്കും മൊത്തമാണ്. സോ ഇറ്റ് ഈസ് given to us because of his own purpose and his grace. അത് നമുക്ക് നൽകിയത് ദൈവത്തിന്റെ സ്വന്തമായ ലക്ഷ്യത്തിന്, ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരിച്ചാണ്. ആ കൃപയ്ക്ക് അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് റോമാലേഖനത്തിലും ഒക്കെ നാം വായിക്കുന്നത്. റോമാലേഖനം 11-ാം അധ്യായത്തില് പറയുന്നുണ്ട്, 5-ാം വാക്യം, കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആ കാലസമ്പൂർണതയിൽ, കാലത്തിന് മുമ്പേ ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തതായിട്ടുള്ള, ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതായിട്ടുള്ള ദൈവത്തിന്റെ ആ വലിയ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമുക്ക് വിശ്വാസികളായി തീരുവാനായിട്ട് കഴിഞ്ഞത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലാണ് അത് റിവീൽ ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ വെളിപ്പെട്ടത്. യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോഴാണ് ദൈവത്തിന്റെ നിർണയവും ദൈവത്തിന്റെ കൃപയുടെയും ഉദ്ദേശം ദൈവം വെളിപ്പെടുത്തിയത്. ഇത് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം സകലകാലത്തിനു മുമ്പേ ദൈവം നിർണയിച്ചത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കാലസമ്പൂർണതയിൽ ഭൂമിയിലേക്ക് അയച്ചപ്പോഴാണ് ദൈവത്തിന്റെ സ്വന്തം നിർണയവും കൃപയും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടത്. വെളിപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? മരണം നീക്കി ജീവനും അക്ഷയതയുമാണ് വെളിപ്പെടുത്തിയത്. ഈ അബോളിഷ്ഡ് ഡെത്ത്. ഇനി മരണം ഉണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകത്തില് നാം അത് വായിക്കുന്നുണ്ട്, ഇനി മരണം ഉണ്ടാകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, യോഹന്നാൻ മരിച്ചവനെ പോലെ ആയപ്പോൾ അവനെ തൊട്ടു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അല്ലേ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും പറയുന്നു, എന്താ പറയുന്നു? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എബ്രായ ലേഖനം 2-ന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. പൗലോസ് ഇവിടെ പറയുകയാണ്, മരണം നീക്കി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ, യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ യാഗത്താൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്റെ കൃപയുടെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തി മരണം നീക്കി കളഞ്ഞു. എന്നിട്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. അവിടെയാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യമായതിനെയും, ഈ ഭൗമികമായത് സ്വർഗീയമായതിനെയും ധരിക്കും. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മരണത്തെ ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിപ്പാൻ
നമ്മെ ഒരുക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. അവന്റെ പ്രത്യക്ഷതയിൽ മരണം നീക്കുകയും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഈ വലിയ സുവിശേഷം, ഇപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 20-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, നീ എനിക്ക് തന്നിട്ടുള്ളവർ എനിക്കുള്ളവരാകുന്നു, നീ അവരെ എനിക്ക് തന്നിരിക്കുന്നുവല്ലോ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, അവരെ എന്റെ കയ്യിൽ നിന്ന് എടുത്തു കളവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവത്തിന്റെ കൃപയുടെ ആ വെളിപ്പെടുത്തലും ഒക്കെ മനുഷ്യന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് ശരിയായി ഉൾക്കൊള്ളുവാനായിട്ട് പലപ്പോഴും കഴിയുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഗ്രഹിപ്പാനായിട്ട് സഹായിക്കും. അപ്പോഴാണ് സുവിശേഷത്തിന്റെ ആ വലിയ സുവിശേഷത്തിന്റെ വലിയ നന്മ എന്താണെന്ന്, സുവിശേഷത്തിന്റെ വലിയ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഫുൾ സ്കോപ്പ് ഓഫ് സാൽവേഷൻ, സുവിശേഷത്തിന്റെ വ്യാപ്തി എന്താണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, പക്ഷെ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി, വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തി. ഈ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത്, വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നു. വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ആ ദൈവശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന് നമ്മിലൂടെ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുക, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, നീ ഭയപ്പെടേണ്ടതിന്റെ ആത്മാവല്ല, ഇത് ശക്തിയുടെ ആത്മാവാണ്, ഇത് സമാധാനത്തിന്റെ ആത്മാവാണ്, സമാധാനം നിനക്ക് തരുന്ന ആത്മാവാണ്, ദൈവത്തിന്റെ സ്നേഹം നിനക്ക് തരുന്ന ആത്മാവാണ്, ശാന്തതയുള്ള മനസ്സ് നിനക്ക് തരുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ഇത് സകലകാലത്തിന് മുമ്പേ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതായിട്ടുള്ള, യേശുക്രിസ്തു പ്രത്യക്ഷതയാൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയതായിട്ടുള്ള ഈ സുവിശേഷത്തിൽ നീ വിശ്വസിക്കുമ്പോൾ, നീ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ ദൈവശക്തി നിന്നിൽ വ്യാപരിക്കും. പ്രിയമുള്ളവരെ, ആ വലിയ അതുകൊണ്ടാണ് സുവിശേഷം നാം മറ്റുള്ളവരോട് അറിയിക്കേണ്ടതായിട്ടിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്നത് ഈ വലിയ കാര്യം, ഈ വലിയ സത്യം മറ്റുള്ളവരെ നാം അറിയിക്കുന്നില്ലെങ്കിൽ അനേകര് ഈ സത്യം അറിയാതെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്യം, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആ സുവിശേഷത്തിന് 11-ാമത്തെ വാക്യം, ആ സുവിശേഷത്തിന് ഇത്ര വലിയ സ്കോപ്പുള്ള, ഇത്ര വലിയ വ്യാപ്തിയുള്ള, ഇത്ര വലിയ ദൈവശക്തിയുടെ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായിട്ട് നിയമിക്കപ്പെട്ടു. ഈ വലിയ സുവിശേഷത്തിന്റെ വ്യാപ്തി യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോഴാണ് ആ സുവിശേഷവുമായി പോകുവാനായിട്ടുള്ള ഒരു വലിയ തീഷ്ണത, ഒരു പാഷൻ നമുക്കുണ്ടാകും. ആ പാഷൻ പൗലോസിനെ നയിച്ചിരുന്നു. എന്നിട്ട് പറയുന്നു, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. Therefore I suffer all these things. ജയിലിൽ കടന്നുകൊണ്ട് മരണത്തെ മുഖത്തോട് മുഖം കണ്ടുകൊണ്ട് എഴുതുകയാണ് ഈ വലിയ സുവിശേഷം, ഈ വലിയ ദൈവശക്തി, ദൈവത്തിന്റെ ഈ വലിയ ഉദ്ദേശം, സകലകാലത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നിർണയിച്ചതും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടതുമായ ദൈവത്തിന്റെ കൃപയുടെ ആ വലിയ സുവിശേഷം, ദൈവശക്തി വിശ്വസിക്കുന്നവനിൽ വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ സുവിശേഷം, മരണം നീക്കുകയും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ സുവിശേഷത്തിന്റെ സാക്ഷിയായി, അപ്പോസ്തലനായി, ഉപദേഷ്ടാവായി ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സുവിശേഷം മറ്റുള്ളവർക്ക് നൽകേണ്ടതിനായിട്ട് അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അതുകൊണ്ട് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ പ്രാപിച്ചു ഈ നാളുകളിൽ ഈ ജീവന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ.